മേൽമേൽ സന്ധി നിർണ്ണയിക്കുക. മേൽമേൽ സന്ധി നിർണ്ണയിക്കുക. ആഗമസന്ധി, ആദേശസന്ധി, ലോപസന്ധി, ദ്വിത്വസന്ധി. മേൽമേൽ എന്നതിൻ്റെ സന്ധി ഏതാണ്? ആദേശസന്ധി. ഉത്തരം ഓപ്ഷൻ ബി, ആദേശസന്ധി. രണ്ടാം മൂഴം എന്ന കൃതിയിലെ പ്രധാന കഥാപാത്രമാണ് അർജുനൻ, ശ്രീകൃഷ്ണൻ, കർണൻ, ഭീമൻ. രണ്ടാം മൂഴം എന്ന കൃതിയിലെ പ്രധാന കഥാപാത്രം ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഭീമൻ. ഞാൻ അവനോട് പറഞ്ഞു. അടിവരയിട്ടിരിക്കുന്ന പദം ഏത് വിഭക്തിയെ സൂചിപ്പിക്കുന്നു? സംബന്ധിക, ആധാരിക, സംയോജിക, പ്രയോജിക. ഞാൻ അവനോട് പറഞ്ഞു. അവനോട് എന്നതിലെ വിഭക്തി ഏത് വിഭക്തിയാണെന്നാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, സംയോജിക വിഭക്തിയാണ്. ഞാൻ അവനോട് പറഞ്ഞു. അതിൽ അവനോട് എന്നുള്ളത് സംയോജിക വിഭക്തിയാണ്. SK പൊറ്റക്കാടിനെ ജ്ഞാനപീഠത്തിന് അർഹനാക്കിയ കൃതി. ഒരു തെരുവിൻ്റെ കഥ, നൈൽ ഡയറി, പാതിരാ സൂര്യൻ്റെ നാട്ടിൽ, ഒരു ദേശത്തിൻ്റെ കഥ. SK പൊറ്റക്കാടിനെ ജ്ഞാനപീഠത്തിന് അർഹനാക്കിയ കൃതി ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഒരു ദേശത്തിൻ്റെ കഥ. മേഘത്തിൻ്റെ പര്യായമല്ലാത്തത് ഏത്? അമ്പുതം, നീരദം, വാരിജം, പയോദം. മേഘത്തിൻ്റെ പര്യായമല്ലാത്തത് ഉത്തരം ഓപ്ഷൻ സി, വാരിജം. കാക്കനാടൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത്? ജോർജ് വർഗീസ്, ജോർജ് ജോസഫ്, ജേക്കബ് വർഗീസ്, ജോസ് ജോസഫ്. കാക്കനാടൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ എ ആണ്, ജോർജ് വർഗീസ്. ടു ലവ് ഈസ് ഡിവൈൻ. ഈ വാക്യത്തിൻ്റെ ഏറ്റവും ഉചിതമായ തർജ്ജമയാണ് സ്നേഹം ദൈവമാണ്, സ്നേഹം ദൈവികമാണ്, ദൈവത്തെ സ്നേഹിക്കണം, സ്നേഹിക്കുക എന്നത് ദൈവികമാണ്. ടു ലവ് ഈസ് ഡിവൈൻ എന്നതിൻ്റെ അർത്ഥം ഓപ്ഷൻ ഡി ആണ്, സ്നേഹിക്കുക എന്നത് ദൈവികമാണ്. സ്നേഹിക്കുക എന്നത് ദൈവികമാണ് എന്നതാണ് ടു ലവ് ഈസ് ഡിവൈൻ എന്നതിൻ്റെ ശരിയായ തർജ്ജമ. പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നതിന് സമാനമായ ഇംഗ്ലീഷ് വാക്യമാണ് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്, ഈറ്റ് മോർ ഇഫ് ഈറ്റ് സ്ലോലി, സ്ലോ ഈറ്റിംഗ് ലീഡ്സ് ടു ഗെയിൻ മോർ, സ്ലോ ഈറ്റർ ക്യാൻ ഈറ്റ് പാം. പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നതിന് സമാനമായ ഇംഗ്ലീഷ് വാക്യം ഉത്തരം ഓപ്ഷൻ എ ആണ്, സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. ഓരോ കാഴ്ചകൾ കാണുന്നതിനിടെ അവർ പരസ്പരം നോക്കി ചിരിച്ചു. ഈ വാക്യത്തിലെ തെറ്റായ പ്രയോഗം ഏത്? ഓരോ കാഴ്ചകൾ കാണുന്നതിനിടെ അവർ പരസ്പരം നോക്കി ചിരിച്ചു. ഉത്തരം നോക്കി ചിരിച്ചു. ഓരോ കാഴ്ചകൾ അവർ പരസ്പരം കാണുന്നതിനിടെ. ഓരോ കാഴ്ചകൾ കാണുന്നതിനിടെ അവർ പരസ്പരം നോക്കി ചിരിച്ചു എന്നതിലെ തെറ്റായ പ്രയോഗം ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഓരോ കാഴ്ചകൾ. അവിടെ ഓരോ കാഴ്ചകൾ എന്ന് പറയേണ്ട ആവശ്യമില്ല, കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ മതി. കാഴ്ചകൾ കാണുന്നതിനിടെ അവർ പരസ്പരം നോക്കി ചിരിച്ചു എന്ന് മതി, ഓരോ കാഴ്ചകൾ എന്ന് പറയേണ്ട ആവശ്യമില്ല. കളിയാക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഏത്? ഭംഗിവാക്ക് പറയുക, താളം തുള്ളുക, പാവ കളിപ്പിക്കുക, ചെണ്ട കൊട്ടിക്കുക. കളിയാക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഉത്തരം ഓപ്ഷൻ സി ആണ്, പാവ കളിപ്പിക്കുക. കളിയാക്കുക എന്നത് പാവ കളിപ്പിക്കുക.